ഒക്കെ നമ്മൾ സെമി ഫൈനലിൽ കുറേ വർഷത്തിന് ശേഷം എത്തി. വളരെ ഒരു ദൗർഭാഗ്യം കൊണ്ട് നമ്മൾക്ക് പരാജയം നേരിടേണ്ടി വന്നെങ്കിലും അടുത്ത വർഷം കേരള സ്റ്റേക്കേഴ്സ് കപ്പടിക്കണം. അപ്പോൾ ആ ഒരു ഉച്ച ട്രോമ ഉണ്ടായിരുന്നു. 2 ഓവറിൽ 39 റൺസ് വേണ്ട സമയത്ത് നമ്മൾ തോറ്റുപോയി എന്നുള്ള ഒരു ട്രോമയിൽ നിന്നും ഞങ്ങൾക്ക് മുക്തനാവാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തൊരു ടൂർണമെന്റിലേക്ക് വരികയാണ്. ലാസ്റ്റ് CCFന്റെ 2 ടൂർണമെന്റും കപ്പടിച്ചപ്പോൾ ഒരു ടൂർണമെന്റിലെ സെമിയിലും ഫൈനലിലും മാൻ ഓഫ് ദ മാച്ച് ഞാനായിരുന്നു, ഒരു ടൂർണമെന്റിലെ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഫീനിക്സ് പാന്തേഴ്സിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന പരമാവധി എഫേർട്ട് എടുക്കും. അപ്പോൾ ഈ ഒരു ഫീനിക്സ് പാന്തേഴ്സ് ടീമിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷവും നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സെമിയിലാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഈ വർഷം കപ്പടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എല്ലാ ടീമിനും അതുപോലെ തന്നെ നടത്തിപ്പുകാർക്കും ഒക്കെ 1000 ആശംസകളും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് നമ്മളിങ്ങനെ ഒരു ടീം ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ബാക്കപ്പിൽ സപ്പോർട്ട് ചെയ്ത സ്പീഡ് ടീംസിന്റെ സനലേട്ടനുണ്ട്. സനലേട്ടന് വരാൻ പറ്റില്ല. സനലേട്ടൻ റെപ്രസെന്റ് ചെയ്ത് പ്രവീണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് ടീംസ് കമ്പനിയുടെ സനലേട്ടന് ഞാൻ ഹൃദയത്തിൽ നിന്നൊരു സ്നേഹം കൂട്ടത്തിൽ അറിയിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും എല്ലാവിധ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്, ഓൾ ടീംസ്. ഫീനിക്സ് പാന്തേഴ്സിന്റെ കൂടെ തന്നെ ഈ വർഷവും യോജിക്കുന്നത്. വെരി വെരി എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് അമേസിംഗ് ടീം. നല്ല കുറേ പ്ലെയേഴ്സ് ഉണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. എല്ലാ ടീമിനും ബെസ്റ്റ് വിഷസ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു. കപ്പടിക്കുമെന്ന പ്രതീക്ഷയല്ല, കപ്പടിക്കും അല്ലേ? They'll rise like a phoenix എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് അവരെ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യം. And presenting the jersey of Phoenix Panthers, everybody a loud round of applause. നല്ലൊരു കാര്യം.